ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതകം നമ്മെയെല്ലാം ഏറെ വേദനിപ്പിച്ച അഥവാ ഞെട്ടിപ്പിച്ച ഒരു സംഭവമായിരുന്നു. ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ രാജ്യത്ത് വലിയ കോളിളക്കവും സൃഷ്ടിച്ചിരുന്നു. ഇപ്പോഴിതാ ധർമ്മസ്ഥലയിലെ വിഷയത്തിൽ വലിയൊരു ട്വിസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. ധർമ്മസ്ഥല എന്ന ക്ഷേത്ര പട്ടണത്തിൽ സ്ത്രീകളും കുട്ടികളുമായി 100-ലധികം പേരുടെ മൃതദേഹം കുഴിച്ചു മൂടേണ്ടി വന്നെന്ന വെളിപ്പെടുത്തൽ നടത്തിയ ക്ഷേത്രം മുൻ ശുചീകരണ തൊഴിലാളിയെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വ്യാജ വെളിപ്പെടുത്തലാണ് ഇയാൾ നടത്തിയത് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലും. ഇയാളുടെ പേരടക്കമുള്ള വിവരങ്ങൾ അന്വേഷണ സംഘം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. CN ചിന്നയെയാണ് ധർമ്മസ്ഥലയിലെ ഈ പരാതിക്കാരൻ. ഇയാൾക്കുള്ള എവിഡൻസ് പ്രൊട്ടക്ഷൻ സംരക്ഷണവും പിൻവലിച്ചിട്ടുണ്ട്. വ്യാജ പരാതി നൽകൽ, അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് പുലരും വരെ ചോദ്യം ചെയ്ത ശേഷമാണ് ഈ നടപടി. ബെൽത്തങ്കാടി SIT ഓഫീസിലാണ് ഇയാളിപ്പോൾ നിലവിലുള്ളത്. അതിനിടെ മകളെ ധർമ്മസ്ഥലയിൽ കാണാതായെന്ന് പോലീസിൽ പരാതി നൽകിയ സുജാത ഭട്ടാണ് പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മകളെ കാണാനില്ലെന്ന് പറഞ്ഞത് ഭീഷണിക്ക് വഴങ്ങിയാണെന്നാണ് സുജാത ഭട്ടിൻ്റെ പുതിയ വെളിപ്പെടുത്തൽ. തനിക്ക് അനന്യ ഭട്ട് എന്നൊരു മകളില്ല എന്നും ഭീഷണിക്ക് വഴങ്ങിയാണ് ധർമ്മസ്ഥലയിൽ മകളെ കാണുവാനില്ല എന്ന പരാതി നൽകിയെന്നും അയാൾ പറയുന്നു. ധർമ്മസ്ഥല തിരോധാന കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ വെളിപ്പെടുത്തലുകളിൽ ഒന്നായിരുന്നു അനന്യ ഭട്ട് എന്ന മകളെ 2003 മുതൽ കാണാതായി എന്ന സുജാത ഭട്ടിൻ്റെ തുറന്നു പറച്ചിൽ. മണിപ്പാൽ കസ്തൂർബ മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്ന കുട്ടി സുഹൃത്തുക്കൾക്കൊപ്പം ടൂർ പോയിരുന്നുവെന്നും അതിനുശേഷം കാണാതായി എന്നുമായിരുന്നു പരാതി. അന്വേഷണത്തിൽ അനന്യ ഭട്ട് എന്ന പേരിൽ ഒരാളും കോളേജിൽ പഠിച്ചിരുന്നില്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇക്കാര്യം കോളേജ് അധികൃതരും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിനിടെയാണ് സുജാത ഭട്ടിൻ്റെ പുതിയ വെളിപ്പെടുത്തലും. നിരവധി സ്ത്രീകളുടെയും കുട്ടികളുടെയും മൃതദേഹം മറവു ചെയ്തു എന്നായിരുന്നു ശുചീകരണ തൊഴിലാളിയായ CN ചിന്നയുടെ വെളിപ്പെടുത്തൽ. ധർമ്മസ്ഥലയിലെ 13 ഇടങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ സാക്ഷി ചൂണ്ടിക്കാണിച്ച് നൽകിയതും. ഇവിടെയെല്ലാം അന്വേഷണ സംഘം പരിശോധന നടത്തിയെങ്കിലും വെളിപ്പെടുത്തലിന് അനുസരിച്ച് ഒന്നും കണ്ടെത്തുവാനും കഴിഞ്ഞിരുന്നില്ല.